ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഒരാളുടെ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം അവളിന്ന് ജസ്റ്റ് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ കാണാം. പിന്നെ അവളുടെ ചേച്ചിയുടെ കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടീനെ ഇവർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് കൂടെ വരുന്നതെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു 3 മണി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം 2 മണി ആവാറായിട്ടേ ഉള്ളൂ, 1:45 ആയിട്ടുള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്രപാടും എന്തോരം എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു മെമ്മറി ആക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടാണെങ്കിലും കുറേ ആയി, ഓൾമോസ്റ്റ് ഒരു 2 മന്ത്സിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ടച്ച് വിട്ടുപോയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോകണം, റെഡി ആവുന്നുണ്ട്. അപ്പോൾ റെഡി ആവാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്, സാറ്റർഡേ ആണ്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ക്ലാസ് ഉണ്ടായില്ല. അതുകൊണ്ട് ഇച്ചിരി കൂടി നേരത്തെ പോകാൻ പറ്റിയിട്ടോ. ഇല്ലെങ്കിൽ 4:30 കഴിഞ്ഞിട്ടാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ ഇവിടെ മാംഗ്ലൂർ തന്നെയാണുള്ളത്, അടിപൊളിയായിട്ടിരിക്കുന്നു. പക്ഷേ ഈ വീഡിയോ വരുന്നത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. പക്ഷെ അപ്പോഴും ഞാൻ ഇവിടെ തന്നെയായിരിക്കും, ഇവിടെ അല്ലാതെ വേറെ എവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ചെന്നിട്ട് അവളുടെ മമ്മി നല്ല കുക്കാണ്, അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി പോകുന്നത്. അപ്പോൾ കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി കഴിക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല കുക്കാണല്ലോ, അപ്പോൾ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈറ്റ് ശരിയാവുന്നില്ല. വരാനും റിച്ചു ഒരാളും കൂടി ഉണ്ട്, 2 പേരും കൂടി ഉണ്ട്. ബാഗിനകത്ത് എന്താ ചെല്ലുന്ന വലിയ ബാഗ് എടുത്തേക്കുന്നേ? തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവും, അത് ഇട്ട് വെക്കണമെങ്കിൽ സ്ഥലം വേണം. വൺ മോർ ഗൈ ഒന്നുകൂടെ പറയണം. ബാഗ് ഇങ്ങനെ ഇല്ല, അത് ഞാൻ ഇടുക. അനുശ്രീയാർ സേ ഹായ് ടു മൈ വ്യൂവേഴ്സ്. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നിന്നെ പോലെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കാണില്ല. ആരെപ്പോലെ? നിന്നെ പോലെ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ശരി, നിന്നില്ലായിരുന്നോ? ഞാൻ നിന്നെന്ന് വിചാരിച്ചിട്ടാ. അതെന്തിനാ? ചുമ്മാ ഒന്നും വേണ്ട. ലൈറ്റ് ഇല്ലടോ. 3 മണി ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ഒരു ബസ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് 2 ബസ് കൂടി മാറി കയറാനുണ്ടായിരുന്നു, KSRTCയിലേക്ക് എത്താൻ വേണ്ടി കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മുടെ 3ാമത്തെ ബസ്സാണ് KSRTC. 3 ബസ് മാറി കയറിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്നു, അവർ 2 പേരും ഒരുമിച്ചിരുന്നു. അങ്ങനെ ഒരു 1.5-2 മണിക്കൂർ അടുത്തുള്ള യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ സ്ഥലത്തെത്തി കേട്ടോ. പിന്നെ അവിടെ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത് അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു 2 മണിക്കൂർ ബസ് യാത്ര. അടിപൊളിയായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ആരും കേൾക്കൂല. ഉറക്കെ പറയണം. അതൊന്നും കൂടി ഷൂട്ട് ചെയ്യും. ഹായ് അനുശ്രീയ. താങ്ക്സ്. ഞാൻ പിടിച്ചോണ്ട് 2 മണിക്കൂർ ഇരുന്നില്ലേ? മഞ്ജു വയ്ക്കാണ് കഴിച്ചു. 2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കയ്യിൽ വെക്ക് ചിന്ന എന്തേ കാണിക്കണേ. 2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് മഞ്ജു കഴിക്കാം. ചിന്ന വന്നിട്ട് ഇവിടെ വന്നിട്ട് മഞ്ജു വാങ്ങിച്ചു തന്നു. അറിയില്ല ഗൈസ്, ഞങ്ങൾ ഇവിടെ നടത്തിക്കാണ് ഗൈസ്. അവർ ഫ്രണ്ടിൽ പോയി
കുറെ ദൂരം നടക്കാണ്ടെന്ന് തോന്നുന്നു. ഇത് എങ്ങോട്ടൊക്കെയോ പോകുന്നു. നമ്മൾ വന്നതിനോടനുബന്ധിച്ച് നമുക്കായിട്ട് കുറെ സാധനങ്ങൾ കരുതി വെച്ചേക്കുന്നു. അതിനു വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. നല്ല സ്റ്റാർട്ടിങ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ടും പോണേന്ന്. പിന്നെ അവിടെ ചേച്ചിയുണ്ട്. ചേച്ചിനെ കാണാനാണ് പോകുന്നത്, ചേച്ചിയുടെ കുട്ടീനെ കാണാനാണ് പോകുന്നത്. കടകാരനെ അവിടെ കാണാൻ ഞങ്ങൾ ഔട്ട്ലെറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഗൈസ്. എത്ര ദൂരമുണ്ട്? ഒരു 5-10 മിനിറ്റ് ഉണ്ട് ഗൈസ്. അടുത്ത് വേണ്ട. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് വീടെത്തി ഗൈസ്. ഇനി വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ബൈ. കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ചാപ്പാട് കഴിക്കണം. ഓക്കെ, അങ്ങനെയാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ചായ കുടിച്ചു കേട്ടോ. വീഡിയോ ഓണാക്കാനുള്ള സാവകാശം പാടും. കുടുങ്ങി അവളുടെ വീട്ടിൽ അമ്മ അച്ഛനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ചേർന്നിട്ട് വൈകിട്ടത്ത് ചായയും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കളിച്ച് ചിരിച്ച് തമാശകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇന്നൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പയും ബീഫും ചിക്കൻ കറിയായിരുന്നു. ആ കപ്പ ചിക്കൻ കറിയുടെ ഗ്രേവിയിൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന ലോക്കൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ കൂട്ട് നല്ല ഫുഡൊക്കെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര മാത്രമാണ് കേട്ടോ ഞാൻ ചെന്ന ദിവസത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിറ്റേ ദിവസത്തെ വീഡിയോ കാണാം കേട്ടോ. Hello guys, good morning. Welcome back to my channel. വെൽക്കം ടു ഷാദീസ് യൂട്യൂബ് ചാനൽ. ലിമ വീടിന്റെ അകത്തായതുകൊണ്ട് ലൈറ്റ് കുറവായിരിക്കും ഗൈസ്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനാണ് ഗൈസ് പടം വരച്ചു കൊടുത്തത്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പല്ല് തേച്ച് അതൊന്നും പറയില്ല. ഞാൻ എന്റെ പട്ടീനെ കൊണ്ടുപോയി ഗൈസ്. പട്ടീനെ എന്തിനാ കൊണ്ടുപോയേ? പട്ടീനെ എന്തിനാ? അമ്മ മറിച്ചിടാറില്ല, ഞാൻ മറിച്ചിരുന്നത്. പട്ടീനെ എന്തിനാ കൊണ്ടുപോയി? പട്ടിക്ക് പ്രഭാതകൃത്യങ്ങളില്ലേ സാധി. അത് എന്നിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ചായ കുടിച്ചു. എന്നിട്ട് അമ്മയോട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എഴുതാന് എന്റെ പണി ഞാൻ ചെയ്യുന്നു. എന്റെ പണി ഞാൻ ചെയ്യുന്നു. പക്ഷെ ദോശ ചുടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ദോശ ചുടാൻ ലിമനെ ഏൽപ്പിച്ചു. ഓക്കെ, ലിമ ദോശ മറിച്ചിടാൻ പോയി. ഞാൻ എന്താ മറിച്ചിടാറ്? ദോശയൊക്കെ മറിച്ചിടൂലേ? ദോശ മറിച്ചിടാറുണ്ട്. ദോശയാണ് ഗൈസ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പ്ലസ് ഒരു ഇഡ്ഡലി പാത്രം ഉണ്ടായിരുന്നല്ലോ, ഇഡ്ഡലി. ഇത്രയും വലിയ ഇഡ്ഡലി ചെമ്പിലെ ഇഡ്ഡലി. ചൂടാണ് ഗൈസ്, പൊക്കാൻ പറ്റുമോ? 28
ഓ ഇങ്ങനെയാണല്ലേ. ഇത് മറ്റേ കറി ഇതാക്കുന്ന ഇത് മറ്റേതല്ലേ നമുക്ക് മറ്റേ ഈ ഇവിടുന്ന് കിട്ടാറ് കറിയൊക്കെ തരുന്ന അതല്ല, ഇതുപോലത്തെ സംഭവല്ലേ ഇവിടുന്ന് കിട്ടാറ്. മറ്റേ ഇവിടുന്ന് കിട്ടാറില്ലേ, അതിന്റെ പേരെന്നാ, ഹോസ്റ്റലിന്ന് കിട്ടുന്നേ. അതിങ്ങനത്തെ അല്ല, അതിങ്ങനത്തെ അല്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. അകത്ത് വെച്ച് പറഞ്ഞില്ലേ. സോറി ഗൈസ്, എനിക്ക് ലൈറ്റ് അടിച്ചിട്ട് നോക്കാൻ പറ്റുന്നില്ല. ലൈറ്റാ, ഇന്ന് ലൈറ്റ് ഇല്ല, മൂടല. ഇവിടെ നല്ല രസാണ് ഗൈസ്, കൊറേ പൂക്കളും കായ്കളും. കൊറേ പൂക്കളും കായ്കളും ചെടികളും. മൾബറി എവിടെയാടി? നട്ടുപിടിപ്പിച്ചതാ മഞ്ഞപ്പൂ, അല്ലെങ്കിൽ അല്ലടി അത് തന്നെ വന്നേടി. കാട്ട് മഞ്ഞ മറ്റേ ഇല്ലേ നട്ടുപിടിപ്പിച്ചേടി. ഒരു ഹായ് പറയൂ. എനിക്ക് പേന പശ ഞാൻ എന്നോട് വേദനിക്കോളൂ കേട്ടോ. അകത്തില്ല ഞാൻ, ഇതവിടെ എത്തേണ്ട താമസം കാണാണ്ട് പോകും. അറിയില്ല. ഞാൻ അങ്ങനെ മറ്റുള്ളതൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല ഗൈസ്. ഞാൻ വാങ്ങിക്കും, ഞാൻ ഞാൻ ഓസിയല്ല, ഫേക്ക് ഫ്രണ്ട്. നമ്മള് ഓസിയൊക്കെ ജീവിക്കണം. ഇതൊന്ന് അനക്കിച്ചില്ല. ബട്ടർഫ്ലൈ ചെടി 2-3 ഉള്ളു. കണ്ടപ്പാട് ഓടിപ്പോയി. രാവിലെ ഉണ്ടായിരുന്നത് ഇഷ്ടമല്ല. കോഴിന്റെ പേര് എന്റെ ഫ്രണ്ട്സാ. ഞാൻ സൈക്കിളാണ്. ഗൈസ് വിശാലമായ മഞ്ഞ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു. നോക്ക്, മഞ്ഞ മറ്റേ ഓരോ ഡോട്ട് ഡോട്ടായിട്ട് കിടക്കുന്നു. നോക്ക് ലിമ, അതിന്റെ ഇടയിലത്തെ ആ കാടൊക്കെ പോയിരുന്നേ നല്ലായിരുന്നു. ഗൈസ് എന്റെ ലിപ്സ്റ്റിക്. എനിക്കിത് എന്റെ മന്നെ എന്താ വെയിലടിക്കുന്നത്. കണ്ണ് കാണാൻ പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല. നേരെ ഉച്ചിയില് ഇതാണ് ഗൈസ്. എന്താണ് ഗൈസ്? സൂര്യനാണ് ഗൈസ്. പിന്നെ ഉച്ചയിൽ ചന്ദ്രൻ വരുമോ? ഈ ഫോണിൽ ഇന്ന് തന്നെ കാണാൻ ഒരു ഗുമ്മില്ല. നോർമലി ഇങ്ങനെയല്ല, കുറച്ചൊരു രസം ഉണ്ടാവാറുണ്ട്. എന്തോ പറ്റി ഗൈസ്. ഒട്ടും പേടി രസമുണ്ട്. എന്താ സാധനം? എന്താ കാണിക്ക്. പീനട്ട്. ഓ പീനട്ട് ഫ്രൂട്ട്. യെസ്, അതേ കിടക്കുന്നു. സപ്പോട്ട. ചക്ക വേണോ? ചക്ക ഏതാ? ചക്ക കാണാത്തവരൊന്നും എന്റെ വീഡിയോ കാണുന്നൊന്നുമില്ല. എങ്ങനെയുണ്ട് ലിമ? ഞാൻ കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്ത? കഴിക്കാൻ പറ്റുന്നില്ല. പലയിൽ കമ്പി ഉണ്ട് ഗൈസ്. ഇവരൊക്കെ കമ്പിക്കാരാ. ഇവിടെ ഇഷ്ടം പോലെ ചെടി ഉണ്ട് ഗൈസ്. എന്റെ മമ്മിയുടെ ഗാർഡൻ. ഇത് 10 മണി 4 മണി 9 മണിക്ക് ഉണ്ടാവും. 5 മണി നാളെ വരും. ഇന്ന് വൈകുന്നേരം വരും. ലിമ ഒരു ഹായ് പറയൂ. എങ്ങനെയുണ്ട് എന്റെ ഫോണിന്റെ ഈ സെറ്റിങ്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെറ്റിങ്സ് ആണ്. എന്താ സെറ്റിങ്സ്? ബാക്ക് ക്യാമും ഫ്രണ്ട് ക്യാമും. എനിക്ക് ഇഷ്ടായി. പിന്നെ ഇതെന്തോ പൂവാണ് ഗൈസ്. ഇത് ബോൾസ്. ഇത് കാക്കപ്പൂന്ന് അവര് പറയുന്നത്. ഇത് ശംഖുപുഷ്പം. സീനിയ. ഇത് ജമന്തി. എന്നാ അവിടെ പോവാം. ഇത് ശംഖുപുഷ്പം. ഇത് ജമന്തി. എല്ലാ ടൈപ്പുള്ള പൂവുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അതിന്റെ പേര്, ആ വയലറ്റ് പൂവിന്റെ പേര്. അവിടെ ഒരു ഇതുണ്ട് ഗൈസ്. എന്താ ശലഭത്തിന്റെ ചിത്രശലഭത്തിന്റെ ഇതുണ്ട് ഗൈസ്. അതിനകത്ത് പുഴു ഉണ്ട്. പുഴു ഇതായിട്ട് ആ ഇല തിന്ന് അവിടെ ജീവിക്കും. എന്നിട്ട് അത് ഇതെവിടെ? ലാർവ. അതെ, ഇത് ഇങ്ങനെ നിക്കുന്നത് വീഡിയോ എടുക്കും. അവിടെ നിന്ന് കിട്ടി. പക്ഷെ നല്ല പൂമാറ്റി. ഒരു കായുണ്ട്,
എടുക്കണം ഗൈസ്. കണ്ടോ പോയി തട്ടുന്നു. ഇതും തട്ടാം ഗൈസ്. ഒരാളും കൂടി ഉണ്ട് ഗൈസ് ഞങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷെ ആൾ എണീറ്റിട്ടില്ല. പക്ഷെ ഇവിടെയാണ് പറക്കുന്നത് കറക്റ്റ് കാണുന്നത്. ചൊറിയാൻ പുഴു. ഇത് നോർമൽ പുഴു. ഈ പുഴു അല്ലേ ഇനി ഇതാവുന്നത്. ചൊറിയാമ്പുഴു. ഈ പുഴു വന്നിട്ട് പൂമ്പാറ്റയാവും ഗൈസ്. ഫ്രണ്ടിൽ ചൊറിയാമ്പുഴുവാ? വീട്ടിലുണ്ടാക്കിയ നാച്ചുറൽ നെയ്. അയ്യോ ലിമ ദോശ ഓർത്തില്ല. കണ്ടില്ല തീ ഊടിയിരുന്നത്. വേഗം എടുക്കുക ഗൈസ്. ഗ്യാസ് വേസ്റ്റ് ആവുന്ന ഗൈസ്. ആരുടെ നെയ് റോസ്റ്റ് നല്ല നോക്കല്ലേ. അതെന്താ മമ്മി അങ്ങനെ ഒരു ടോക്ക്? അമ്മയുടെ തന്നെ ആയിരിക്കൂലേ? അതെ ആയിരിക്കുമല്ലേ. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക്. ആ മമ്മിയുടെ ഒരെണ്ണം എനിക്ക് വേണേ. ഇത് ശരിയായില്ല. അമ്മി കോൺഷ്യസ് ആയിട്ട് ആക്കിയോണ്ടാ ഗൈസ്. അത് സാറില്ല നമുക്ക്. അമ്മി ആരെയും കുറ്റം പറയല്ലേ. ഇത് ഞാനിടും. എന്റെ ഊളം ദോശയും അമ്മയുടെ ചിന്നം കാച്ചി ചിക്കൻ കറിയും. പക്ഷെ എന്റെ ദോശ കുഴപ്പമില്ല. എന്റെ രണ്ടും കിണ്ണം കഴിച്ചു. രണ്ടും ഒരു ദോശയും കൂടി ചുട്ട് തന്നാ പോരെ. വേണ്ട. ഇനി ദോശ കഴിക്കുന്നില്ല? ഇനി ദോശ കഴിക്കുന്നില്ല? അവളോട് നിന്നോടല്ല കഴിക്കണം. ഇവളോട്. പിന്നെ എന്നെ നോക്കി ഞാനല്ലേ പറയാം. 2 ഇഡലി കൂടെ. അത് കഴിഞ്ഞ് പിന്നെ 1 ഇഡലി കൂടെ. സാധിക്ക് നല്ലത് കിട്ടും. ചിക്കൻ കറി, ദോശ, ഉറക്കെ പറഞ്ഞില്ല. ചായ. സ്വാതി കേക്കണ്ടേ? ചിക്കൻ കറി, ദോശ, ചായ. സ്വാതി അത് ശരി. ഇനി ഗൈസ് ഇതെങ്ങനെയാ തിരിക്കുന്ന സതി? കൂടെ കഴിച്ചു കഴിഞ്ഞു. ഇത് സ്വാതി ഉണക്കി സതി കഴിച്ച സതി കഴിക്കേ. എങ്ങനെയുണ്ട് സതി? അഭിപ്രായം പറ. ഗുഡ്. അത്രേ ഉള്ളൂ. നല്ലതാണ് ഗൈസ്. എന്തൊരു ആവശ്യമില്ലാത്ത ഗുഡ്. നല്ലതാണ് ഗൈസ്. യെസ് ഗൈസ്. ആദ്യമേ പറഞ്ഞതുകൊണ്ട് നിങ്ങളവിടെ കഴിച്ചോളൂ. ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പാത്രം കാലി, ചായ കാലി. 1 and only ലീമ ആന്റണി. എന്റെ ദോശ വന്നു. അതിനാ എനിക്ക് ദോശ തിന്നാൻ പറ്റിയല്ലേ? അവക്കല്ലേ ദോശ കൊണ്ടുവന്ന്. ഞാൻ ഈ വീട്ടിലേ അല്ലേ. ബൈ ഗൈസ്. മാത്രമല്ല ഗൈസ് ഇഡ്ഡലിയും ഉണ്ട് ഗൈസ്. ഇഡ്ഡലിയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളങ്ങ് കേറി ദോശ ചുട്ടതാണ്. ലിമ അങ്ങ് കേറി അങ്ങ് ആക്രമിച്ചു. ചിക്കൻ കറി നല്ലത്. ഇതൊക്കെ ആരാ? ഹലോ. ഇത് കുഞ്ഞായി പോയി കേട്ടോ. അല്ലേ? ഇത് ആര് പോലെ എന്റെ സ്ഥലം തലയിൽ വെച്ച് കുഞ്ഞു പൊന്നെ. അറിയോ? ഒരു ഹായ് കൊത്തേന്റെ ഒരു ഹൈഫൈ കൊക്കുവാ. ഒളിച്ച കണ്ട കളിക്കേ.
ചിച്ച ചിച്ച ചിച്ചടി നീ കണ്ടോക്ക് ജിന്ന ഞാൻ പുളി നേരെ ശരിയാക്ക. ഞാൻ വേണം എല്ലാം ചെയ്യാൻ. അതെ, ഞാനില്ലെങ്കിൽ വീട്ടിൽ ഒന്നും നടക്കില്ല. എല്ലായിടത്തും എന്റെ കൈയൊപ്പം ഉണ്ടാവും. ഞാൻ ആഴ്ചക്ക് കണ്ടോ ഗൈസ്, ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഒരു വിലയില്ല. അവൻ 2 കുരു കളഞ്ഞു വെച്ച് പോയിട്ട് അവൻ വലിയ അധ്വാനം ചെയ്ത മാതിരി നടക്കുന്നുണ്ടോ? അവനെ കാണിക്ക്, അവനെ യൂട്യൂബിൽ. ശർക്കര കൊടുത്തോ? ആദ്യം ശർക്കര കൊടുത്തോ? പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടമെന്നല്ല പറയേണ്ടത്, അതിനും വലുതാ. ക്ലാരിറ്റി ഇല്ല. പിന്നെ അടുത്ത പണിയിലാണ് ഗൈസ്. ഇപ്പൊ പറഞ്ഞു അവളോട് എനിക്കും ഉണ്ട് ഒരു മോള്. അമ്പലം വിട്ട വീട്, വീട് വിട്ട അമ്പലം. അതെന്താ ലക്ഷ്മിപ്രിയനെ പറഞ്ഞപ്പോഴാ? മമതേനെ. മണി വള ശരിയാണ് കയ്യ. ഇതെന്താണ് ലിമാൻഡണി ഉണ്ടാക്കുന്നത്? ഇത് ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കന്റെ മസാല പ്രിപ്പയർ ചെയ്യുവാണ്. ഓ ഐ സീ. വേർ ഈസ് ദ ചിക്കൻ? ചിക്കൻ ഇവിടെ നമ്മള് വറുത്ത് ഇതാ ഗൈസ്, ചിക്കനോട് വാർത്ത വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ ലിമ? അല്ല ജില്ല. ഇത് നമ്മള് കരള്, എനിക്ക് കരൾ എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ കരൾ ഫ്രൈ ആക്കാനാണ് ഗൈസ്. അമ്മ ഇവിടെ കരള് പട്ടിക്കാ കൊടുക്കാറ്. അപ്പൊ ഞാൻ വരുമ്പോ ഇത് ഞാൻ എടുക്കും. നീയാണോ? പട്ടിയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്നതാണ്. ഇല്ല, കോപ്പിറൈറ്റ് ആവും. പിന്നെ സാരില്ല, അത് ഞാൻ ഈ വോയിസ് കൊടുക്കാം. നോക്കി പറ, എങ്ങനെയുണ്ട് ടിമ്മ? ഇരുണ്ടിരിക്കുന്നു. സതി ആരാത്? ആരാത്? നിർബന്ധിച്ചിരിപ്പിക്കുന്ന ആരുടെ വീട്ടിൽ നിന്ന്? അമ്മായിമ്മയുടെയാ? അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മായിയുടെ ആണോ? അമ്മ ആരുടെ വീട്ടിൽ എനിക്ക് ഇച്ചിരി മതി. ഇത് പള്ളിയുടെ പറമ്പ. നമ്മളവിടെ പോവാ ജിന്ന? എവിടെ പോവാ? നമ്മൾ വെള്ളമില്ലാത്ത തോട്ടിൽ പോവാ. താഴെ തേക്കായിരുന്നു അന്ന്. ഇത് താഴെ തേക്കായിരുന്നു. ഞാനിപ്പോ താഴെ വെറുണ്ട് പോയാലും. ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടത്തെ വ്യൂസ്? ഹായ്, വെള്ളമുണ്ട് ഗൈസ്. നമുക്ക് ഇത് ആവേണ്ട വന്നില്ല, നിരാശരാകേണ്ടി വന്നില്ല. അതിൽ കൂടി ഇറങ്ങിയാലോ? ആ പാറയുടെ അവിടെ പോകാൻ പറ്റുവാ?
ഹൗ ഒരു സൂത്രം കാണിച്ചു തരട്ടെ ഗൈസ്. വാഴയില് വാഴപ്പഴം അല്ലാണ്ട് വേറെ എന്തോ പഴം. പഴം എന്ന് പറയാൻ പറ്റുമോ? പഴമല്ല എന്തോ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാ കെട്ടിയത് ഇവള് കൊണ്ട് നടക്കുന്നത്. എനിക്ക് രണ്ടുപേരും വേണം. 90s വസന്തത്തിന്റെ ഏർലി 20s-ന്റെയും അതെ താലിമാല കാണിച്ചു 90s-ന്റെ ഏർലി 20s-ന്റെ മാല പൊട്ടിച്ചു guys, ഇവൾക്ക് ഞാൻ അറിയാതൊരു അവിഹിതം വേണ്ട. വേറെ കപ്പ കിട്ടട്ടെ, ഞാൻ മാല പോയിട്ട് മര്യാദയ്ക്ക് ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്, ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ആകെ മൊത്തം ഒരു വഴിക്ക് പോയപ്പോ അവിടെ കാണാം ഗൈസ്. അപ്പുറത്ത് വഴിക്ക് പോയപ്പോ 2 പട്ടികള് തേണ്ടികള് സ്റ്റിൽ ബോബോ ബോബോ ബോബോ. കുഞ്ഞുമക്കളെ നമ്മള് പോയിക്കോളും. ഞങ്ങൾ അവിടെ അടയ്ക്ക പറക്കാൻ വന്നതാന്ന് വിചാരിച്ചു പാവം പട്ടികൾ. അവര് കാവലിൽ തോന്നുന്നു ഗൈസ്. പക്ഷെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് നമ്മള് കണ്ട എക്കോ അല്ലേ, ആ സിനിമയൊക്കെ ഫീൽ ചെയ്യുന്നു ഗൈസ്. ആരാ ഈ വിളിക്കുന്നേ? ആ സിനിമയിൽ നല്ല രസം ഉണ്ടായിരുന്നു. ആ സിനിമയിലില്ല, വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോയിൽ ഞാൻ കുറെ ഗൈസ് പറയുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. ടാറ്റ കൊടുക്കൂ ഗൈസ്. ബൈ ഗൈസ്. ഇനി കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി ഉണ്ട് ജില്ലയുടെ വീട്ടിലെ. അതോടെ കഴിഞ്ഞാൽ വ്ളോഗ് വൈൻഡപ്പ് ആക്കും ഗൈസ്. അങ്ങനെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വരാൻ വേണ്ടിയിരുന്ന ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഇങ്ങനെ രാവിലെകളിൽ വരുമ്പോൾ അവൾ മെയിനായിട്ട് അവിടെ നിന്ന് ലോറിക്കകത്ത് കയറി വരാറ്. അവിടെ നിന്ന് ഇങ്ങനെ മാംഗ്ലൂർക്ക് ലോറി വരുന്നുണ്ടാവും. ഇതിപ്പോൾ ഒരു ടാങ്കർ ലോറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്. ഞങ്ങളുടെ 3 പേരുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ പിന്നെ വന്ന് ഏകദേശം 7:00 കൂടി തന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജില്ലയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.